അവൾ ഇതുവരെ വന്നില്ലല്ലോ. നേരം സന്ധ്യ കഴിഞ്ഞല്ലോ. എന്റെ അപ്പ, അവൾ വരും. SSLC ബാച്ചിന്റെ റീയൂണിയൻ. എന്ത് റീയൂണിയൻ? പണ്ടെങ്ങോ പഠിച്ചവരുടെ കൂടെ പാട്ടും കുത്തും. അപ്പനിത് എന്തിന്റെയാ? അവൾ പോയിക്കോട്ടെ, അതൊക്കെ ഒരു സന്തോഷല്ലേ. ഓ, എന്തൊരു സന്തോഷം. കെട്ടിയോൾ എങ്ങനെ അയച്ചുവിടാൻ പാടുണ്ടോ? 9ൽ തോറ്റ് പഠിപ്പ് നിർത്തി എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ലാതെ പോയി. ഇപ്പൊ സങ്കടല്ലേ? പഠിക്കാൻ വിട്ടപ്പോ കണ്ട സിനിമാ തിയേറ്ററിലും കണ്ടവന്റെ പറമ്പിലെ മാങ്ങയും തേങ്ങയും പറിച്ചു നടന്നപ്പോ ഓർത്തില്ല അല്ലേ? ഇപ്പൊ കിടന്നു പോകുന്നു. അപ്പു, ഇതേ അമ്മച്ചിയുടെ പാട്ട് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓ, എന്തൊരു ഫീൽ ആ വോയിസ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കട്ടെ. അവൾ പൊളിക്കൂട്ടപ്പ. പൊളിക്കും. ഞാനൊന്നും പറയുന്നില്ല. അപ്പച്ച, ഈ അപ്പാപ്പൻ അമ്മയോട് അസൂയ. ഒരു അമ്മാനപ്പൻ. അമ്മാനപ്പനല്ലടാ, ഉമ്മാനപ്പൻ. അങ്ങനെയല്ലേ വിളിക്കാറ്. തല വേദനിച്ചിട്ട് വയ്യ. ഒരു കട്ടൻ ചായ കിട്ടിയിരുന്നെങ്കിൽ. ഓ, ചായ കിട്ടാത്തതിന്റെ രോഷപ്രകടനമാണ്. ഹായ്, ദേ അമ്മച്ചി വരുന്നുണ്ട്. ചേട്ടാ, എന്റെ പാട്ട് കൊള്ളാമോ? കൊള്ളാമെന്നോ? തിമിർത്തില്ലേ? അതെയോ? ഈശ്വര, ഞാനൊന്ന് നോക്കട്ടെ. ദേ, എന്റെ പാട്ടേ ഇതിനകം ആയിരക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ആരെന്നാ എല്ലാവരും തിരക്കണേ. കർത്താവേ, എന്റെ അമ്മച്ചി വൈറലായി. നിന്റെ ഭൂമാനം എന്ന പാട്ട് കേട്ടപ്പോ ഞാൻ ആ പഴയ നാളുകൾ ഓർത്തു. അന്ന് അപ്പച്ചൻ ഹീറോ ആയിരുന്നു. ഹീറോ അല്ല, സീറോ. പൂജ്യം. എന്നാലും അപ്പാപ്പ, എന്റെ അപ്പച്ചൻ ഇപ്പോ അരിക്കട മുതലാളിയാണ്. അരിപ്രാഞ്ച് എന്ന് പറയില്ലേ, അതുപോലെ അരിപ്പീറ്റർ. നീയാടാ അപ്പച്ചന്റെ മോൻ. മോളെ, ഈ ഒരു കട്ടൻ ചായ എന്തൊരു തലവേദന. ഓ, എന്തൊരു സ്നേഹം. എടാ പീറ്ററെ, നിനക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടെടാ. 9ാം ക്ലാസ് ഫെയിൽ ഗ്രൂപ്പ്. അപ്പ, ചെക്കനെവിടെയാണെന്ന് ഞാൻ നോക്കൂല. വായ തോന്നിയത് വിളിച്ചു പറയും. അല്ല, റോസിയുടെ പാട്ടും സന്തോഷവും കണ്ടപ്പോ പറഞ്ഞതാ. പീറ്ററെ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ ബാബു, ഇത് മ്യൂസിക് ഡയറക്ടർ മോഹനവർമ്മ. ഞാൻ സാറിന്റെ മാനേജറാണ്. ഹലോ. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ റോസിയുടെ ഒരു വീഡിയോ സോങ് കണ്ടിരുന്നു. നല്ല വോയിസ്, ഒരു പ്രത്യേക ശബ്ദമാധുര്യം. ഇതാണ് എന്റെ ഭാര്യ റോസി. റോസി, എന്നെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത്.
ഹലോ, ഞാൻ മോഹനവർമ്മ, മ്യൂസിക് ഡയറക്ടറാണ്. നമസ്കാരം സാർ. റോസിയുടെ ആ വീഡിയോ സോങ് സാറ് കണ്ടിരുന്നു. ഞാൻ ആദ്യമായി മ്യൂസിക് ചെയ്യാൻ പോകുന്ന സിനിമയിൽ 3 ഗാനങ്ങളുണ്ട്. അത് റോസിയെ കൊണ്ട് പാടിക്കണം. അതിനാൽ ഞാൻ റോസിയെ തിരക്കി വന്നത്. സാർ, ഞാൻ മ്യൂസിക് അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. റോസിയുടേത് നല്ല ശബ്ദമാധുര്യമാണ്. അത് മതി, അതൊരു അനുഗ്രഹമാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സമയമില്ല. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റുഡിയോയിൽ എത്തണം, മറക്കരുത്. ഇത് അഡ്വാൻസ് ആണ് 10,000. ബാക്കി റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട്. സാർ, ചായ കുടിച്ചിട്ട് പോവാം. ഓ, സമയമില്ല, പിന്നെ ആവാം. ദേ അമ്മച്ചി, ആരൊക്കെയോ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. റോസി, ആരാ വരുന്നേ? ഓ, അത് പ്രവീണാണല്ലോ. വരൂ വരൂ. റോസി, ഇതെന്റെ സുഹൃത്താ സുധി. ഹലോ. റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ ഒരു യോഗമുണ്ട്. പൂർവ്വ അധ്യാപകരെ ആദരിക്കലാണ് ചടങ്ങ്. അതിന്റെ ഭാഗമായി അധ്യാപകരുടെ ഒരു അനുമോദനം റോസിക്കുണ്ട്. റോസിയുടെ ആ പാട്ട്, അതിനാണ് ടീച്ചേഴ്സിന്റെ പുരസ്കാരം. മറക്കരുത്, വരണം. മന്ത്രിയും കലക്ടറും പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ റോസിയുടെ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ്, മറക്കാതെ വരണം. മറക്കില്ല, തീർച്ചയായും വരും. അപ്പോ നാളെ പാടാൻ സ്റ്റുഡിയോയിൽ പോകണ്ടേ? അതും 10 മണിക്കല്ലേ? ഓ, ആകെ പ്രശ്നമായല്ലോ. ടീച്ചേഴ്സിന്റെ പരിപാടിയും 10 മണിക്കാണ്. ആകെ കുഴഞ്ഞല്ലോ. അമ്മച്ചി ഒരു ഉറച്ച തീരുമാനം എടുത്ത്, രണ്ടിലൊന്നും. മോളെ റോസി, കയ്യിൽ വന്ന പണത്തെ തട്ടിക്കളയരുത്. നിന്റെ ഭാവി നാളെ സ്റ്റുഡിയോയിലാണ്, മറക്കണ്ട. ഞാനൊരു തീരുമാനത്തിലെത്തി. അതിൽ നിന്നും പിന്നോട്ടില്ല. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. ആ, നല്ലത്. നാളെ തന്നെ നീ സ്റ്റുഡിയോയിൽ പോ. ഞാൻ ഇനിയും പാടും. പാടാൻ എനിക്ക് അവസരങ്ങൾ കിട്ടും. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകരും ഗുരുക്കന്മാരും, അവരെ മറക്കാൻ എനിക്ക് കഴിയില്ല. പ്രത്യേകിച്ച് എന്റെ സഹപാഠികൾ. അവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാനും എന്റെ സഹപാഠികളും ഞങ്ങൾ ഒന്നാണ്. ഞങ്ങൾ നാളെ ഒരുമിച്ച് പോകും. ആ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങും. നാം ഒന്നാണ്, നമ്മളൊന്നാണ്, ഒരു കുടുംബമാണ്, ഒരുമിച്ച് എന്നും മുന്നോട്ട്.